ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പം ഇന്ന് സൺഡേ ആണല്ലേ, സൺഡേ ആണ് ഗൈസ്. അപ്പം നമ്മളിന്ന് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചെറിയൊരു ഈവനിങ് വ്ളോഗായിട്ട് നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചല്ലേ. അപ്പോൾ ചോക്കോയും ഉണ്ട് നമ്മുടെ കൂടെ. അപ്പം ഇവിടെ കുറച്ച് പണിയുണ്ട്, കുറച്ച് ഗാർഡനിങ് വർക്കുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് കാണാം. പിന്നെ രാത്രി നമുക്ക് അമ്പലത്തിൽ പോകണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഇന്നത്തെ നൈറ്റ് ആൻഡ് ഈവനിങ് ഒരു ചെറിയ കുട്ടി വ്ളോഗാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം ഗൈസ്. ചോക്കയെ നമ്മൾ കൂടെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. ചോക്കയ്ക്ക് പുതിയൊരു ബെൽറ്റൊക്കെ കിട്ടി ഗൈസ്. പിന്നെ ഈ ഒരു കോർണറിലുള്ള ഈ ഒരു ചെറിയ നമ്മുടെ പൂന്തോട്ടങ്ങളൊക്കെയാണ് ഗൈസ് നമ്മുടെ ഗാർഡൻ. അതെ, ഇതെല്ലാം അമ്മയുടെ സെറ്റപ്പാണ്. ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഞാനാണ് ഗൈസ് ഇതിൻ്റെ മേൽനോട്ടം. അപ്പോൾ ഇന്ന് ഇവിടെയൊക്കെ കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് ഇവിടെ നട്ടേക്കുന്ന ഇതൊക്കെ ഒന്ന് ചെടിയിലോട്ടൊക്കെ ആക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ കുറച്ച് മണ്ണൊക്കെ ഇടണം ചെടിക്ക്, പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കണം, അങ്ങനെ കുറച്ച് പരിപാടികൾ നമ്മൾ ഗാർഡനിങ് വർക്കൊക്കെ. ഇപ്പോൾ നമുക്കിവിടെ ഫുള്ള് ഗാർഡൻ ആക്കാനാണ് ഇനി എനിക്ക് പ്ലാൻ. സത്യം പറഞ്ഞാൽ ഇവിടെ ഇത്ര ഇങ്ങനെ കിടക്കില്ലേ, നീണ്ട കിടക്കും. അപ്പോൾ നമ്മൾ ഈ വീട് പണിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് നമ്മളാണെങ്കിൽ ഈ ഒരു ഇത്രയും കോർണറിൽ ഇങ്ങനെ ഗാർഡൻ ആക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പം ഇത്ര ഉള്ളത് ഇപ്പം നല്ല രീതിക്ക് നമ്മൾ സെറ്റാക്കി വെക്കാം. നമുക്ക് തുടങ്ങാം, പണി തുടങ്ങാം. ഓക്കെ, ചോക്കോ പണി തുടങ്ങാം ഗൈസ്. അതിനുവേണ്ടി ഞാൻ ദാണ്ട ഇവിടെ കുന്താലി ഇതൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് മണ്ണ് കളയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാനെല്ലായിരിക്കും മണ്ണ് കളയ്ക്കുന്ന ചൂട്. എൻ്റെ പൂക്കളെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ ദാണ്ട് ഇവിടെ ഒരെണ്ണം ഇളകി വീണിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. അമ്മ കൊണ്ടുവന്നൊരു സൈസ് ചെടിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ടാണ് നമ്മൾ റീലൊക്കെ എടുക്കുന്നതല്ലേ. മിക്കവാറുള്ള റീലല്ലേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. കാരണം ഇവിടെ നല്ല ഒരു സൂപ്പറാണ് ഈ ഒരു കോർണർ. അതെ. അപ്പോൾ നമുക്ക് കുറച്ച് പണികളുണ്ട് ഗൈസ്. ഇവിടെ കുറച്ച് ചട്ടികളുണ്ട്, പഴയ ചട്ടികളാണ് നമ്മുടെ. അപ്പോൾ അതിലൊക്കെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കുറച്ച് ചെടികളൊക്കെ നമുക്ക് അതിനകത്തൊക്കെ നട്ട് വെക്കണം. ഇവള് ഇതിന്റെ ഇടയ്ക്ക് ഇവിടുത്തെ പകുതി മുക്കാലും ചെടി നശിപ്പിക്കുന്ന ചോക്കാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇതിപ്പം കഴിഞ്ഞ ദിവസം ഞാൻ നട്ടയാണ് ഗൈസ് ഇത് ഗൈസ്. അപ്പോൾ നമുക്ക് ദാണ്ട ഈ ഒരു ചെടി, ഈ ഒരു ചെടി അപ്പം ഇതിനകത്ത് ഇതും ഫുള്ള് മണ്ണ് ഫുള്ളാകെ ഇതായിട്ടിരിക്കും. ഇന്നലെ വെള്ളം നനച്ചതാണ്. നമ്മളിവിടെ എല്ലാം ഫുള്ള് വെള്ളം നനയ്ക്കും, പക്ഷെ എന്ത് ചെയ്യാൻ പെട്ടെന്ന് ഇത് ഡ്രൈ ആവും. അതെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഉച്ചയ്ക്ക് നല്ല വെയിലാണ്, ഇത് ഫുള്ള് ഡ്രൈ ആയിരിക്കുമോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടെ മണ്ണ് ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ദാണ്ട് ഇതിനകത്ത് കുറച്ച് മണ്ണ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ നനഞ്ഞ മണ്ണ, വേറെ ചെടി നട്ടിരുന്നായിരുന്നു. അപ്പോൾ ഈ മണ്ണ് ഇതിനകത്ത് നമുക്ക് ഇട്ടുകൊടുക്കാം. ഞാൻ കണ്ട എൻ്റെ പുതിയ ടൂളാണ് കേസ് ഇത്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോഴത്തെ പണികളെല്ലാം ചെയ്യുന്നത്. മെയിൻ ഗാർഡനിങ് സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല ഗൈസ്. മെയിൻ ഗാർഡനിങ് സെറ്റപ്പ് ഒന്നും നമ്മൾ ആയിട്ടില്ല. ഉണ്ട്, ഇത് ഇട്ടിട്ട് നമുക്ക് വെള്ളം നനയ്ക്കാം. അപ്പൊ ഇതൊക്കെ എനിക്ക് പ്ലാന്റ്സിന്റെ പേരൊന്നും അറിയത്തില്ല കറക്റ്റ്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിന്റെ പേരൊന്നും അറിയത്തില്ല. അമ്മ കൊണ്ടുവന്ന് നടന്ന ചെടിയാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് ഞാൻ ഇതിനെ കെയർ ചെയ്യുന്നുണ്ട്. വൈകുന്നേരം അമ്മയ്ക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനാണിപ്പം മണ്ണിടിയിൽ, പിന്നെ വെള്ളമൊഴിപ്പ്, ആ പരിപാടിയൊക്കെ. അങ്ങനെ കുറേ വെറൈറ്റി ചെടികൾ അമ്മ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ കണ്ടോ, ഇതിനകത്തൊക്കെ പൂ വന്നതായിരുന്നു. അതെല്ലാം നല്ല രീതിക്ക് വെയിലടിച്ചാകെ ശോകമായി. ഇതിനകത്ത് പൂ വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ വേറൊരു കളറാണ് ഇതിൽ വരുന്നത്. പിന്നെ റോസയുണ്ട്, ഇവിടെ മുല്ലപ്പൂ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരാളുണ്ട്, സ്പിനാച്ച്, മല്ലിയില. ഇതൊരു സൈസ് മല്ലിയിലയാ. ഇത് കടയിൽ നിന്ന് വാങ്ങുന്നതല്ല, ഇതൊരു വേറെ ഒരു രീതിയിലുള്ള മല്ലിയിലയാ. അതാണത്. ചോപ്പതാണ്ട് കുന്താലി മറിച്ചിട്ടിരിക്കുകയാണ്. എല്ലാം മറിച്ചത്. നമുക്ക് ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഇതിവിടെ ഇങ്ങനെ കയ്യാല പോലെ നമ്മൾ സെറ്റപ്പാക്കി വെച്ചിരുന്നതാണ്. അപ്പം ഇത് ഇവിടുന്ന് കളച്ച് നമുക്ക് ചട്ടിയിലോട്ടാക്കാം. അതായിരിക്കും സെറ്റ്.
ഇത് നമുക്ക് കിളച്ചെടുക്കണം ആദ്യം. അപ്പം ഞാൻ ഒന്ന് കിളയ്ക്കട്ടെ. ഓക്കെ, ഇതോ മണ്ണ് ഇന്ന് പോങ്ങോട്ട്. പൊന്നിവിടെ കുന്താരിട്ട് കിളക്കാൻ. ഓക്കെ, ഇതിന്റെ നല്ല പേരാണ് കേട്ടോ. അകത്തോട്ട് ഇത് ഇറങ്ങിയിരിക്കുക. ഈ ഒരു ചെടീനെ നമുക്ക് വേറൊരു ചട്ടിയിലോട്ട് നടാം കഴിച്ച്. ഒരു വലിയ ചട്ടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അതിലോട്ട് നടാം. ഇതിന്റെ വേരിളക്കിയപ്പം താണ്ടി ഇത്രേ കിട്ടിയുള്ളൂ ഗൈസ്. ഇതെന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യ ഇതിന്റെ വേര്. നമുക്ക് ഇത് നട്ടിട്ട് കിളിക്കാൻ നോക്കാം. എന്തായാലും ഞാൻ ചട്ടി എടുത്തോണ്ട് വരട്ടെ. ഗൈസ്, ചോക്കോ തിന്നാൻ വല്ലതും കൊണ്ടുവന്നേന്നും പറഞ്ഞ് സീൻ ഉണ്ടാക്കുകയാണ് ഗൈസ്. ചട്ടിയൊക്കെ എടുത്തോണ്ട് വന്നപ്പോ എന്തായാലും നമ്മളിത് ഇട്ട് കഴിയുമ്പം, ഈ വീഡിയോ ഇട്ട് കഴിയുമ്പം കുറച്ച് പേരെങ്കിലും പറയും നമുക്ക് ചെടി നടാൻ അറിയില്ല. എന്തെങ്കിലുമൊക്കെ പറയും, കമന്റ് പറഞ്ഞ് എന്തായാലും വരും. പക്ഷെ നമ്മളത് കാര്യമാക്കുന്നില്ല. കാരണം ഞാൻ ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ചെടി നടാൻ അറിയില്ല എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ടാ സത്യം പറഞ്ഞാൽ ചെടി നടാൻ പറയും. ഇത് ചട്ടിയിൽ നമുക്ക് വെക്കാം. ഇതെങ്ങനെ ഇതാവും നോക്കാം. നമുക്ക് എന്തായാലും വളരെ നോക്കാം. അവിടെ വെച്ച സീനാണ്, കാരണം അവിടെ വെച്ചിട്ട് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല, പൂ വരുന്നില്ല അവിടെ വെച്ചിട്ട്. നമുക്കിവിടെ ചട്ടിയിലോട്ട് മാറ്റി നോക്കാം എങ്ങനെ ആവുമെന്ന്. ചോക്കോ ഇവിടെ ഇരുന്ന് കഴിച്ചു. അവളെന്തോ തിന്നാനുള്ള എന്തോ ആണെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. ഞാൻ കുറേ മണ്ണിനെ, ഇത് വേറെ ചെടികളുടെ ഒക്കെ ആയിരുന്നു, അതെല്ലാം കരിഞ്ഞു പോയപ്പോ ആ മണ്ണെല്ലാം ഞാൻ എടുത്തോണ്ട് വന്നു. അയ്യോ ദേ ഓ ഗൈസ്, അപ്പം ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ദാണ്ട് ഇവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്കിത് ഇനി അപ്പുറത്തോട്ട് വല്ല മാറ്റാം, അത് നമുക്ക് പിന്നെ മാറ്റാം. ചോക്കോ സീൻ ഉണ്ടാക്കുവാണ് ഗൈസ്. ഇനി കുറച്ച് തെറ്റിപ്പോയി. പിന്നെ നമുക്ക് കുറച്ച് മണ്ണ് വെട്ടി വേണം ചെടികൾക്കെല്ലാം. നല്ല മണ്ണ് കുറവുണ്ട്. അപ്പോൾ നമുക്ക് മണ്ണ് അവിടെ പോയാണ് കേസ് നമ്മൾ മണ്ണെടുക്കുന്നത്. മണ്ണെടുത്തോണ്ട് വന്ന് ഇവിടെയൊക്കെ ഉണ്ട്, മണ്ണിടാനുണ്ട് കുറച്ചതിനൊക്കെ. ഇതിൻ്റെയൊക്കെ വേര് മുകളിലോട്ട് നിൽക്കുക. അപ്പം എല്ലാത്തിനകത്തും ഒന്ന് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് സെറ്റാക്കാം. അപ്പം മണ്ണെടുക്കാൻ നമുക്ക് അവിടെ പോകാം, ആ സൈഡിൽ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ മണ്ണെടുക്കാൻ പോവാണ് ഗൈസ്. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന പൊന്നു. ഞാൻ ഇതേ ഉള്ളതൊന്ന്, എൻ്റെ ബോഡി അനങ്ങുന്ന പണി ഇതേ ഉള്ളൂ. ഈ ചെടിക്ക് വെള്ളം ഒഴിക്കുക, മണ്ണ് കോരിയിടാം, അതൊക്കെ. അപ്പം നമുക്ക് ഈ മണ്ണ് നമ്മുടെ മണ്ണ് വരുന്ന കൊട്ടയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതാണ് എൻ്റെ മണ്ണ് വരുന്ന കൊട്ട. ഇതൊക്കെയാണ് എൻ്റെ പരിപാടികൾ. അയ്യോ, എൻ്റെ നഖത്തിലെല്ലാം മണ്ണ് കയറി. ഞാൻ നല്ല രീതിക്ക് നഖമൊക്കെ കയറി. ഞാൻ എടുക്കാം, അത് കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. നമുക്ക് ഇത് ഫുള്ള് നിറച്ച് വാരി കൊണ്ടുപോയി അവിടെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് മണ്ണിടാനുള്ളിടത്തെല്ലാം മണ്ണിടാം. ഞാൻ ഈ ഒരു സ്പൂണിനാണ് ഗൈസ് മണ്ണ്. കോമഡിയാണ് ഗൈസ്. എന്നുവെച്ചാൽ ഇവിടെ എല്ലാം ഭയങ്കര ഇതായതുകൊണ്ട് വെയിലാണ് ഉച്ചയ്ക്ക്. അതുകൊണ്ട് നമ്മൾ എത്ര വെള്ളം, ഞാൻ രാവിലെ വൈകുന്നേരം വെള്ളം നനച്ചു കൊടുക്കും. പക്ഷെ എന്ത് ചെയ്യാനാ, ഉച്ചയ്ക്ക് സൂര്യൻ വന്നെല്ലാം ചോർത്തിക്കൊണ്ട് പോകും. അപ്പോൾ ഗൈസ്, പൊന്നുവാണെങ്കിൽ ഇവിടെ ഉള്ള എല്ലാ ചെടികൾക്കും മണ്ണ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. എന്നിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ടോ? ചെടിയാണ്. ഐ ലവ് യു ചൂട്ടു. ഞാൻ കൃഷി ചെയ്ത് എടുത്ത കൃഷി. ഗൈസ്, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഗൈസ്, ഇനി വൈകിട്ട് നമുക്ക് അമ്പലത്തിൽ പോകാനുണ്ട്. കാരണം ഇന്ന് ശിവരാത്രിയാണ്. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ. അതെ, ശിവരാത്രി ആശംസകൾ. അപ്പൊ ഗൈസ്, എന്തുവായി പണിയെല്ലാം സെറ്റായി ഗൈസ്. ഇത്ര പെട്ടെന്ന് പണിയെല്ലാം സെറ്റായി ഗൈസ്. കുറച്ചെടുത്ത് പണിയുള്ളായിരുന്നു. കാരണം ഇത് വൈകുന്നേരത്തെ നമ്മുടെ ഒരു ചെറിയ ജോലിയായിരുന്നു ഇത്. സത്യം പറഞ്ഞ ഒരു സൺഡേ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നപ്പം നമ്മളൊരു ഈവനിങ് വ്ളോഗ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ മുതൽ കാണിക്കണ്ട,
വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ നമ്മൾ നൈറ്റ് ചെയ്യുന്നത് അമ്പലത്തിൽ പോകുന്നത് അതെല്ലാം കൂടെ കാണിക്കാന്ന് വിചാരിച്ച്. അപ്പം വെള്ളം ഒഴിക്കണം. ഇനി വെള്ളം എടുത്തോണ്ട് വരണം. ഇനി ഇവിടുത്തെ ടാപ്പിൽ വെള്ളം വന്നിട്ടില്ല. അപ്പം നമ്മൾ അപ്പുറത്ത് പോയി വെള്ളം എടുത്തോണ്ട് വരണം. ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം. നീ ഇവിടെ നിൽക്ക്. നമ്മളിനി വെള്ളം ഒഴിക്കാൻ പോവാണ്. വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഓസിന് വെള്ളം അടിക്കാൻ പൈപ്പിൽ വെള്ളമില്ല ഗൈസ്. ഒരു ദിവസം വെള്ളം വന്നാൽ അടുത്ത ദിവസം വെള്ളം വരത്തില്ല. അങ്ങനെയാണ് ഗൈസ് ഇവിടുത്തെ ടാപ്പിങ്ങിന്റെ പ്രശ്നം. അപ്പൊ ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നു. നമ്മളപ്പോ ഇന്നലെ ഈ വ്ളോഗ് എടുക്കാതിരുന്നപ്പോഴാണ് ഇന്നലെ വാലന്റൈൻസ് ഡേ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇന്നലെ നമ്മൾ ആ വീഡിയോ എടുത്തില്ല. നമ്മൾ വാലന്റൈൻസ് ഡേയുടെ വീഡിയോ എടുത്തു. ഇന്ന് നമ്മൾ ഈ വീഡിയോ ഒക്കെ വെച്ചു. പിന്നെ ഇതിൻ്റെ കൂടെ ഇന്ന് ശിവരാത്രിയും കൂടെ ആണല്ലോ. അപ്പം അമ്പലത്തിലൂടെ പോകുന്ന കാണിക്കാൻ വേണ്ടി നമ്മൾ ഇതെല്ലാം ഒന്ന് നനച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഇനി വൈകുന്നേരത്തെ ചെടികളുടെ അടുത്തുള്ള ഇതെല്ലാം കഴിഞ്ഞു നമ്മുടെ. ഇനി നമ്മളൊന്ന് ഗെറ്റ് റെഡി ആയിട്ട് അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ കുളിച്ച് നല്ല രീതിക്ക് ഫ്രഷ് ആയി വന്നിട്ടുണ്ട്. അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് സന്ധ്യയായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. കണ്ണാടി നോക്കിയാൽ കണ്ണാടി കാണാൻ വേണ്ടി. ഞാൻ ഫസ്റ്റ് മോയ്സ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അമ്മ റെഡിയായോ? അമ്മ കുളിക്കാൻ പോയതേ ഉള്ളൂ. ഞാൻ ആദ്യമേ കുളിച്ചിറങ്ങി ഗൈസ്. എന്തുവാ മോയ്സ്ചറൈസർ. അടുത്ത ഞാൻ സ്റ്റോപ്പ് ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. ചെറുതായിട്ടൊന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കുക. ഒരു ഗ്ലോ ഇട്ടട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് നമ്മൾ ഐലൈനർ എഴുതാൻ പോവാണ്. അത് കുറച്ച് ടാസ്ക്കാണ്, കുറച്ച് ടൈം എടുക്കും. അപ്പം എഴുതിയിട്ട് കാണിക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഇതാണ് മൊത്തത്തിലുള്ള ലുക്ക്. നമ്മളിപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട്. ഇനി നേരെ അമ്പലത്തിൽ പോകാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ അമ്പലത്തിലേക്ക് ഇനി പോകാൻ ഇറങ്ങുവാണ്. അപ്പോൾ അമ്മയുണ്ട് ഇന്ന് കൂടെ നമ്മുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. ഗൈസ് ഞാൻ അമ്പലത്തിൽ ഇന്ന് കയറുന്നില്ല. ഇവരെ കൊണ്ടാക്കിയിട്ട് വിളിച്ചോണ്ട് വരും. അതാണ് ഗൈസ് എൻ്റെ ഇന്നത്തെ പണി. അപ്പം ഞാനും മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ഇനി വഴിയെ എല്ലാ വിശേഷങ്ങളും നമുക്ക് കാണാം. ഓക്കെ. ഗൈസ് അപ്പോൾ നമ്മള് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അമ്പലത്തിൽ പോയിട്ട്. അതെ. അപ്പം ഇനി രാത്രി പൂജ എന്താണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് 10 മണി കഴിഞ്ഞിട്ടൊക്കെയാണ്. 10 മണി വരെ ഉണ്ട് സംഭവം. 10 മണിക്കാണ് തീരുന്നത്. അപ്പൊ അത്രയും നേരം നിന്നില്ല ഞങ്ങള്. ഇപ്പൊ തീരുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ അത്രയും നേരം നിൽക്കെടുക്കുകയൊക്കെ വേണം. നമ്മൾ നേരത്തെ തിരിച്ചു വന്ന്. അപ്പൊ അമ്മ പൈസ ഉണ്ടായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ട് പൈസ ഉള്ളു. 10 മണി കഴിഞ്ഞിട്ട് നിക്കേണ്ടി വരും. അപ്പൊ പൈസ മേടിക്കാൻ പെട്ടെന്ന് പോകുന്നു. പിന്നെ അമ്മ ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. ഞങ്ങൾ വിളിച്ചു പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്നു. പിന്നെ ചോട്ട് വാങ്ങി ഞങ്ങൾ വിളിക്കാൻ വന്നു. അപ്പം എല്ലാവർക്കും ഹാപ്പി ശിവരാത്രി. ഇന്നത്തെ ഒരു ഡേ കഴിഞ്ഞു ഗൈസ്. ഇങ്ങനെ ശിവരാത്രി ഇന്നത്തെ അവസാനിച്ചു. അടുത്ത ശിവരാത്രി ആഘോഷിക്കാം. ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു അല്ലേ? സത്യം പറഞ്ഞാൽ ചെറിയൊരു വ്ളോഗായിരുന്നു. നമ്മളെ ഒരു ഈവനിങ് വ്ളോഗ് മൊത്തത്തിൽ. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ. 100K എത്തിക്കണം. ഓക്കെ. സബ്സ്ക്രൈബ്, സപ്പോർട്ട് ആൻഡ് ലൈക്ക്. ഓക്കെ. ബൈ. ടാറ്റാ. ബൈ.